Hi friends, welcome back to my channel, your online teacher. ഇത് AFSR ക്കുള്ള വീഡിയോ ആണ് ട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് കാര്യം ഇത് കാണേണ്ട ആവശ്യമില്ല. AFSന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് കമന്റ്സ് വന്നു AFS എന്താ പഠിക്കണേന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ട് AFS പഠിപ്പിക്കുന്നവരും വളരെ കുറവാണ്. ആരും ഞങ്ങളെ മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കുറേ വിഷമങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നു. അപ്പോൾ അതിന്റെ ബേസിസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ പഠിക്കണേന്ന് പറഞ്ഞു തരാമെന്ന് ഓർത്തിട്ടാണ്. ആൻസേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കാം. ഈ നമ്മൾ AFSന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. അതായത് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും സെയിം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് തന്നെയാണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ നമ്മൾ 8 മാർക്കിന്റെ സെക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 8 മാർക്കിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് 8 മാർക്കിനോ അല്ലെങ്കിൽ ചില സമയത്ത് 6 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഏറ്റവും സിമ്പിൾ 8 മാർക്കിന് 6 മാർക്ക് 5 മാർക്കിനായിട്ട് ചോദിക്കാറുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും അവിടെ ആവശ്യമില്ല. ഈസി ആയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 6 മാർക്ക് 8 മാർക്ക് 5 മാർക്ക് എത്ര മാർക്കാണ് ചോദിക്കുന്നത് ആ മാർക്ക് ഫുൾ നമുക്ക് സ്കോർ ചെയ്യാം. കാരണം ഇതൊന്നും ഈ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് കമ്പയർ ചെയ്തിട്ട് അവിടുന്ന് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ ആൻസർ മിസ് ചെയ്യാട്ടോ, ഡോണ്ട് വറി, ഞാൻ ചെയ്തുതരാം. അപ്പോൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ 6 അല്ലെങ്കിൽ 8 മാർക്ക് 8 മാർക്ക് അല്ലെങ്കിൽ 6 അങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. ആ സെക്ഷനിൽ വരുന്നതാണ് റേഷ്യോസ്. അപ്പോൾ റേഷ്യോസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള റേഷ്യോസ് പഠിക്കണം. ഏതൊക്കെ പഠിക്കണം? കറണ്ട് റേഷ്യോ, ആസെറ്റ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ എന്ന് പറയും, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതൊക്കെ ഓക്കെ, നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാം. സോ റേഷ്യോസ് നിങ്ങളപ്പോൾ തൽക്കാലത്തേക്ക് ഇൻ ദ മീൻ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജേർണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതൊരു നോർമൽ ക്വസ്റ്റ്യൻ. അതായത് ഷെയർസ് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ പ്രോറൈറ്റയിലായിരിക്കും, ചിലത് നമ്മൾ റിജക്ട് ചെയ്തിട്ട് റീഫണ്ട് ചെയ്യുന്ന ആ ഒരു എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ജേർണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട്. അത് 6 മാർക്കിലേക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള എക്സാംസ് എല്ലാം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 അല്ലെങ്കിൽ 8 മാർക്കിന്റെ സെക്ഷനിൽ ചോദിക്കുന്ന അത് തന്നെയാണ് മക്കളെ. അതെ, ഷെയർസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഷെയർസിന്റെ ഒരു ക്വസ്റ്റ്യൻ അതെന്താ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ക്വസ്റ്റ്യൻ അതിൽ തന്നിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ പറ്റും. ചിലപ്പോൾ 3 തന്നിട്ട് 2 എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും. ഇത് തന്നെ ചോദിക്കുന്നത്. പിന്നെ അവിടെ ചോദിച്ചില്ലെങ്കിൽ കോമൺ സൈസ് വേറെ കമ്പാരിറ്റീവ് വേറെ സെപ്പറേറ്റ് ആണ്, ശ്രദ്ധിക്കണം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെയാണ് 8 മാർക്കിലേക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ വേറെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുള്ളത് സെയിം ജേർണൽ എൻട്രീസ് ആണ്, ഷെയർസിന്റെ ജേർണൽ എൻട്രീസ്. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ. അത് കുറച്ച് പണിയുണ്ട്, കുറച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് കുറച്ചുകൂടി ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതല്ലാതെ എന്തായാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് നമുക്ക് അവിടെ ചോദിക്കും. പിന്നെയും നമ്മൾ 8 മാർക്കിന്റെ സെക്ഷനിലേക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം സെയിം ഈ ഒരു ജേർണൽ എൻട്രീസ് ചോദിക്കുന്നു. പിന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ചോദിക്കുന്നു. ഈസിയാണ്, എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ 8 മാർക്കിന്റെ ആദ്യം ഇരുന്ന് പഠിക്കുക. അതായത് ഒരു നോർമൽ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും എക്സസ് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണൽ എൻട്രീസ്, ആ ഒരു ജേർണൽ എൻട്രീസിന്റെ ഒരു ക്വസ്റ്റ്യനും പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ആ റേഷ്യോസും പഠിക്കുക. കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനത് കണ്ടോ, 5 മാർക്കിൽ 8 മാർക്കിൽ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചും മറിച്ചൊക്കെ അതാ ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗും അതുപോലെ ഇൻവെസ്റ്റിങ്ങും ഫൈനാൻസിങ്ങും നമുക്ക് ആ ഭാഗത്ത് അതവിടെ ക്ലിയർ ആകും. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ നമ്മൾ ഈ അസറ്റ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യില്ലേ, അതായത് അസറ്റ്സ് വാങ്ങിക്കുന്നു പകരം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ ജേർണൽ എൻട്രീസ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ക്യാഷ് ഫ്ലോ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ്, ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രീസും ചോദിക്കാറുണ്ട്. പിന്നെ പ്ലാന്റ് പർച്ചേസ് ചെയ്തു പകരം എന്ത് ചെയ്തു, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാ. ഇൻവെന്ററി ടേൺ റേഷ്യോസ് പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ ഇവിടെ സെപ്പറേറ്റിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. പിന്നെ ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് വേറെ എന്താ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം.
ഇത് കമ്പാരിറ്റീവ് ചോദിച്ചത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫൈനാൻസിങ് ആക്ടിവിറ്റി ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ വളരെ ഈസിയാണ്. AFS ഒരുപാട് കാര്യം കമ്പനി അക്കൗണ്ട്സ് കുറെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുറെ കൊല്ലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും പഠിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമെങ്കിലും പഠിക്കുക കേട്ടോ. പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ്, 1% കമ്പനിയുടെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരാം. കമ്പാരിറ്റീവ്, കോമൺ സൈസ്, ജേർണൽ എൻട്രീസ്, റേഷ്യോ കാൽക്കുലേഷൻ. ഇത്രയും പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്നും പോലും മിസ് ചെയ്യാതിരിക്കുക. താങ്ക്